മുടി കൊഴിച്ചിൽ എന്ന് പറയുമ്പം നമുക്കറിയാം മാർക്കറ്റിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 10,000 പ്രോഡക്ട്സാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പൂർണ്ണമായിട്ട് ഇഫക്റ്റീവ് ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല പുതിയ പുതിയ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ വരുമെന്ന്. അപ്പോൾ ഒരു പ്രോഡക്റ്റും ഇഫക്റ്റീവ് അല്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് പുതിയ പുതിയ പ്രോഡക്റ്റ് വരുന്നത്, അല്ലേ? എനിവേ, എന്താണ് കാരണമെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. മുടി കൊഴിച്ചിലിന് എന്താണ് കാരണം? ഇപ്പോൾ എല്ലാവരും പറയും ഡാൻഡ്രഫ് ഒരു പ്രധാന കാരണമാണ്. ഡാൻഡ്രഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കെയിൽസ് ഉണ്ടാവുകയും അത് മുടി കൊണ്ട് ഡാൻഡ്രഫ് ഇളകി പോകുന്നത് മുടിയോടുകൂടിയാണ്, മനസ്സിലായില്ലേ? അപ്പം അതൊരു പ്രധാന കാരണമാണ്. പിന്നുള്ളത് വൈറ്റമിൻ ഡെഫിഷ്യൻസിയാണ്. വൈറ്റമിൻസും മിനറൽസും നമുക്ക് പിന്നെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസ്, പ്രത്യേകിച്ച് മാഗ്നീഷ്യം, ഫോസ്ഫറസ്, സിങ്ക്, ഇങ്ങനെയൊക്കെയുള്ള മൈക്രോ മിനറൽസ് ഉണ്ട്. ഇതിൻ്റെ അഭാവം പലപ്പോഴും മുടി കൊഴിയാൻ കാരണമാകുന്നുണ്ട്. അപ്പം കൂടുതൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത്. പിന്നെ ചൂട് കൂടുന്ന ഒരവസ്ഥ, ഹീറ്റ്, ഒരു ഭയങ്കര ഹോട്ട് അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും മുടി കൊഴിച്ചിലുണ്ടാകും, മുടി നരയ്ക്കുകയും ചെയ്യും, മനസ്സിലായില്ലേ? അപ്പം ഹീറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് മറ്റൊരു കാരണം. പിന്നെ അമിതമായ മരുന്നുകളുടെ ഉപയോഗം, എന്തെങ്കിലുമൊക്കെ നമുക്കറിയാം, ടൈഫോയിഡൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ ഇറങ്ങി വരുന്നത്, അല്ലെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് മുടി കൊഴിയുന്നതായിട്ടാണ്. അപ്പം മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്കിന്നിലും നെയിലിലും ഹെയറിലും ഒക്കെയാണ് അതിൻ്റെ ടോക്സിൻസ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് മുടി കൊഴിച്ചിൽ പലപ്പോഴും ഉണ്ടാകുന്നത്. അപ്പം മരുന്നുകളുടെ അമിത ഉപയോഗം മുടി കൊഴിയാനൊരു പ്രധാന കാരണമാണ്, മനസ്സിലായി. പിന്നെ ഉള്ളത് സ്ട്രെസ്സാണ്. മാനസിക പിരിമുറുക്കമുള്ളവർക്ക് ഈ മുടി കൊഴിച്ചിലുണ്ടാകാറുണ്ട്. തൈറോയ്ഡ് പ്രോബ്ലം, പ്രത്യേകിച്ചും ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസത്തിനും മുടി കൊഴിച്ചിൽ സർവ്വസാധാരണമാണ്. അപ്പം അവിടെ തൈറോയിഡിൻ്റെ ഹോർമോൺ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മരുന്നുകൊണ്ട് തൈറോയ്ഡ് കറക്റ്റ് ചെയ്താൽ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറും എന്നുള്ളതാണ്. അപ്പം ഇത്രയും കാരണങ്ങളാണ് പ്രധാനമായിട്ട് മുടി കൊഴിച്ചിലിനുള്ളത്. എങ്ങനെയാണ് ഇനി ഇതിനെ ചികിത്സിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ മാർക്കറ്റിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ആഹാരം കഴിക്കുന്നതിന് നിങ്ങളിപ്പോൾ മാർക്കറ്റിൽ ചെന്ന് ഈ പറഞ്ഞ പരസ്യമൊന്നും കാണേണ്ട കാര്യമില്ല. നിങ്ങൾ നല്ല രീതിയിൽ മുട്ടയും മീനും ഇറച്ചിയും പച്ചക്കറികളും പഴങ്ങളും കഴിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാന ഒരു പരിഹാര മാർഗ്ഗം എന്ന് പറയുന്നത്. അപ്പം മിനറൽസ് കൂടുതലായിട്ട് എടുക്കുക, നല്ല വൈറ്റമിൻസ് കഴിക്കാൻ നോക്കുക, നല്ല പിന്നെ മുടിയിൽ കഴിയുന്നത്ര കെമിക്കൽസിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക. ഒരുപാട് ഷാമ്പുകൾ മാർക്കറ്റിൽ അവൈലബിളാണ്. അപ്പോൾ ഈ ഷാമ്പുവിൻ്റെ പ്രയോഗം പലപ്പോഴും അത് ഒരുപാട് കെമിക്കൽസാണ്. വല്ലപ്പോഴും നമുക്ക് ഉപയോഗിക്കാം. സ്ഥിരമായി ഈ ഹെയർ കണ്ടീഷണർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മുടി പൊഴിയും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എന്നിട്ട് മുടി കൊഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് മുടി കൊഴിച്ചിലിന് മരുന്ന് താവുന്നതായി പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. അവിടെ നിങ്ങളുടെ കെമിക്കലിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് അവിടെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം. പിന്നെയുള്ള സ്ട്രെസ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൗൺസിലിങ്ങിനുണ്ടെങ്കിൽ അങ്ങനെ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി മറ്റ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിങ്ങളുടെ വിഷമങ്ങൾ പറയുകയും അവർ തരുന്ന ഉപദേശങ്ങൾ കേൾക്കുകയും ചെയ്യുക. അത് പേരൻസ് ആയിരിക്കാം, ചിലപ്പോൾ ഭർത്താവായിരിക്കാം, ചിലപ്പോൾ ഭാര്യയായിരിക്കാം, ചിലപ്പോൾ മക്കളായിരിക്കാം. അപ്പോൾ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് റിലാക്സേഷൻ മെത്തേഡ്സ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ പാട്ട് പാടുക, യോഗ ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ ഔട്ടിങ്ങിന് പോവുക, ഇങ്ങനെ ഒരുപാട് മാർഗ്ഗങ്ങളാണ് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട്. വായനാശീലം കൂട്ടുക, സിനിമയ്ക്ക് പോവുക, ഇതെല്ലാം നിങ്ങൾ ചെയ്യാം. അപ്പം ഒപ്പം മരുന്നുകളുടെ ഉപയോഗം, ഹോമിയോപ്പതിയിൽ ഭയങ്കര ഇഫക്റ്റീവായിട്ട് ഡാൻഡ്രഫിനും ഈ ഹെയർ ഫോളിനും മരുന്ന് നമ്മൾ കൊടുക്കാറുണ്ട്. നാട്രമൂർ ഭയങ്കര ഇഫക്റ്റീവാണ്. തൂജ ഭയങ്കര ഇഫക്റ്റീവായിട്ടുള്ള മരുന്നാണ്. ഇപ്പം ഡാൻഡ്രഫിനാണെന്നുണ്ടെങ്കിൽ കൊച്ചിലേറിയ എന്നുള്ള മെഡിസിൻ ഭയങ്കര ഇഫക്റ്റീവായിട്ടുള്ളതാണ്. ആർണിക്ക, നിങ്ങൾക്കറിയാം, ആർണിക്ക എന്നുള്ളത് ഭയങ്കര സുപരിചിതമായിട്ടുള്ളൊരു പേരാണ് ആർണിക്ക. ആർണിക്കയുടെ ഹെയർ ഓയിൽ മാർക്കറ്റിൽ അവൈലബിളാണ്. അതും മുടി കൊഴിച്ചിന് ഭയങ്കര ഇഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡാൻഡ്രഫ് ഓയിൽ 100% ഇഫക്റ്റീവായിട്ടുള്ള ഓയിലാണ് ഡാൻഡ്രഫിന് ഹോമിയോപ്പതിയിൽ ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ തൈറോയ്ഡ് കറക്ഷൻസ് ഒരു വശത്ത് നടക്കണം, ന്യൂട്രീഷൻ കറക്ഷൻ ഒരു വശത്ത് നടക്കണം, ഒപ്പം മരുന്നുകൾ വേണമെന്നുണ്ടെങ്കിൽ മരുന്നുകൾ ഇൻറ്റേർണൽ കഴിക്കുക. പുറമേ തേക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള ഓയിലുകളോ ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിലുള്ള ഷാമ്പുവോ അതല്ലെങ്കിൽ ഓയിലോ അപ്ലൈ ചെയ്യുന്നതിനെക്കുറിച്ചും ചിന്തിക്കുക.
നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോവിഡിന് ശേഷം സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്ന സൈലൻ്റ് അറ്റാക്ക്. ഇത് വാക്സിനേഷൻ കൊണ്ടാണ്, കോവിഡ് വാക്സിനേഷൻ കൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ഇന്ന് അലോപ്പതി ഡോക്ടർമാർ പോലും സംശയം പ്രകടിപ്പിക്കുന്ന ഒന്നാണ്. പക്ഷേ അതിന് കൃത്യമായ ഒരു പഠനമോ മറ്റ് സംഗതികളോ ഇതുവരെയും വന്നിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ സ്ഥിരമായി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആളുകളെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാക്സിനേഷൻ ഒരു പ്രധാന കാരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും അല്ലാത്ത കുറേ കാരണങ്ങളും അതിനകത്ത് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് ഒഴിവാക്കേണ്ട വഴികൾ നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അഥവാ ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമിതവണ്ണം സൈലൻ്റ് അറ്റാക്കിന് ഒരു പ്രധാന കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു വെയിറ്റിലേക്ക് നമ്മൾ കൃത്യമായും നമ്മൾ മാറണം. അതോടൊപ്പം തന്നെ ഹാർട്ട് ഡിസീസുകൾക്ക് ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് വൈറ്റമിൻ സിയുടെ അഭാവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഥവാ ഹാർട്ടിൻ്റെ പ്രവർത്തനം ശരിയായ അനുപാതത്തിൽ നടക്കണമെങ്കിൽ വൈറ്റമിൻ സി ധാരാളം നമ്മൾ ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് വൈറ്റമിൻ സി അടങ്ങുന്ന പഴവർഗ്ഗങ്ങൾ ധാരാളം നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരു നല്ലതാണ് എന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ആപ്പിള്, മുസമ്പി, ഓറഞ്ച് പോലെയുള്ള സാധനങ്ങൾ കൂടുതലായി നമ്മളെ ഭക്ഷണത്തിൽ നിർബന്ധമായി നമ്മൾ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ABC ജ്യൂസ് അഥവാ ആപ്പിളും ബീട്രൂട്ട്, ക്യാരറ്റ്. ബീട്രൂട്ട് സർക്കുലേഷൻ ശരിയായ രീതിയിൽ വർദ്ധിപ്പിക്കുവാൻ, നമ്മുടെ ബോഡിയിലെ സർക്കുലേഷൻ ശരിയായ രീതിയിൽ വർദ്ധിപ്പിക്കുവാൻ വളരെ അഭികാമ്യമായൊരു ജ്യൂസാണ് ബീട്രൂട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ABC ജ്യൂസ്, ആപ്പിള്, ബീട്രൂട്ട്, ക്യാരറ്റ് ജ്യൂസുകൾ ഒരുമിച്ച് നമ്മുടെ ഒരു ദിവസം 2 നേരം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ അഭികാമ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതുകൂടാതെ തന്നെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമായി തക്കാളി സൂപ്പ് അഥവാ ഒലിവ് ഓയിൽ ചേർത്തിട്ടുള്ള തക്കാളി സൂപ്പ് ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമായി നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രാണായാമം, യോഗയിലെ പ്രാണായാമം ഓക്സിജൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് ശരിക്കും സൈലൻ്റ് അറ്റാക്ക് ഉണ്ടാകുന്നതിന് ഒരു കാരണമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രാണായാമം ഒരു ദിവസം 1 or 2 സമയങ്ങളിൽ പ്രാണായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് പ്രാണായാമം നിർബന്ധമായും നമ്മൾ ഉൾപ്പെടുത്തുവാൻ, നമ്മുടെ ശീലത്തിൽ ഉൾപ്പെടുത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞാലും എക്സസൈസ് നമ്മൾ ഒരു കാരണവശാലും മുടക്കാൻ പാടില്ല എന്ന് ഇത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കുക. എല്ലാ ജോയിൻറ്റുകളും അടങ്ങുന്ന രീതിയിലുള്ള എക്സസൈസുകൾ കൃത്യമായി നമ്മൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നടത്തം ഒരു പ്രധാനപ്പെട്ട എക്സസൈസായിട്ട് നമ്മൾ മാറ്റുക. 1 മണിക്കൂർ, അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തണമെന്ന് മനസ്സിലാക്കുക. വൈറ്റമിൻ ഡിയുടെ അഭാവവും ഇത്തരം പ്രശ്നങ്ങൾ സ്വാഭാവികമായി ഉണ്ടാക്കുന്നുണ്ട്. അതിന് രാവിലത്തെയും വൈകിട്ടത്തെയും ഇളം വെയിൽ നിർബന്ധമായി നമ്മൾ കൊള്ളണം. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് രാവിലെ 9:30 മണി മുതൽ 2:30-3 മണി വരെയുള്ള സമയമാണ് വൈറ്റമിൻ ഡി ധാരാളമുള്ളത് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണ് എങ്കിൽ ഒരു 12 മണി 1 മണിക്ക് ഇടയിൽ ഒരു 10 മിനിറ്റ് വെയിൽ നിർബന്ധമായി നമ്മൾ കൊള്ളാൻ നമ്മൾ ശീലിക്കണമെന്ന് മനസ്സിലാക്കണം. ഇതുകൂടാതെ അമിതമായ ടെൻഷൻ നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട്. അമിതമായ ടെൻഷൻ ശരിക്കും ഹാർട്ട് ഡിസീസിന് ഒരു പ്രധാന കാരണമാണ്, പ്രത്യേകിച്ച് സൈലൻ്റ് അറ്റാക്കിന് ഒരു പ്രധാന കാരണമാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അമിതമായ ടെൻഷൻ നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കുക. ടെൻഷൻ ഫ്രീ ആക്കാൻ മെഡിറ്റേഷൻ വളരെ നല്ലൊരു സംഗതിയാണ്. അതോടൊപ്പം തന്നെ ശവാസനം, ശവാസനം, യോഗയിലെ ശവാസനം ഒരു പ്രധാന ഘടകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് അമിത ടെൻഷൻ നമ്മൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഉറക്കമില്ലായ്മ അഥവാ ജോലിഭാരം കൊണ്ടോ അതല്ലെങ്കിൽ മൊബൈലിലെ അമിതമായ ഉപയോഗം കൊണ്ടോ ശരിയായ അനുപാതത്തിൽ നമുക്ക് ഉറക്കം ലഭിക്കാതിരിക്കുന്നതും ഹാർട്ട് ഡിസീസിന് ഒരു പ്രധാന കാരണമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് സൗണ്ട് സ്ലീപ്പ് കൃത്യമായി നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കണം. വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് സൗണ്ട് സ്ലീപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ സുന്ദരമായി നമുക്ക് ഉറങ്ങാൻ സാധിക്കണം, അതോ മനോഹരമായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം എങ്കിൽ ഇത്തരം വിഷയങ്ങൾ
പ്രശ്നങ്ങൾ ഏറെക്കുറെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മനസ്സിലാക്കുക, ഈ വാക്സിനേഷൻ കൊണ്ട് ശരിക്ക് വാക്സിൻ്റെ പഠനഫലം നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല വാക്സിനുകളും ബ്ലഡ് ക്ലോട്ടാക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അത് സയൻറ്റിഫിക്കലി പ്രൂഫ് ചെയ്ത ഒരു സംഗതിയാണ്. അതിന് കറുവപ്പട്ട തേനിൽ ചേർത്ത് കഴിക്കുന്നത് ശരിക്ക് ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കുവാൻ ഒരു പ്രധാന കാരണമാണ് എന്ന് മനസ്സിലാക്കുക. അത് രാവിലെയോ രാത്രിയിലോ ഉറങ്ങുന്നതിന് മുമ്പോ കറുവപ്പട്ട തേനിൽ സിലോൺ കറുവപ്പട്ട 1 ടീസ്പൂൺ തേനും ചേർത്തിട്ട് കഴിക്കുന്നത് ശരിക്കും ബ്ലഡ് ക്ലോട്ടാകാതിരിക്കാൻ ഒരു പ്രധാന ഉപാധിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ മറ്റ് വിഷയങ്ങളൊക്കെ നമ്മൾ കൃത്യമായും ഉറപ്പ് വരുത്തിയിട്ട് അത്തരം വിഷയങ്ങൾ വളരെ നല്ല രീതിയിൽ പരിഹരിച്ചു പോയാൽ സൈലൻ്റ് അറ്റാക്കിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാം. എത്രയായി? ഷുഗർ ഒരു കൺക്ലൂഷനും പറയാം അല്ലേ? നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഷുഗറാണ്, അഥവാ ഡയബറ്റിക്കാണ്. ഡയബറ്റിക് ഇന്ന് 30 വയസ്സ് കഴിയുന്ന എല്ലാ ആളുകൾക്കും ഡയബറ്റിക് വരണം എന്നത് ഒരു കട്ട് ചെയ്താണ്. നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നന്ദി. ഓക്കെ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡയബറ്റിക് അഥവാ ഷുഗർ എന്നതാണ്. 30 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഷുഗർ ഉണ്ടാകണം എന്നത് ഇന്നൊരു അലിഖിത നിയമമാണ് എന്ന് മനസ്സിലാക്കുക. 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഷുഗർ ഉണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഒരു 10 വർഷം മുമ്പ് 40 വയസ്സ് മുതൽ ഷുഗർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് ലോകാരോഗ്യ സംഘടന 30 വയസ്സ് കഴിഞ്ഞാൽ ഷുഗർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഷുഗർ ഉണ്ടാകുന്നത് അഥവാ ഡയബറ്റിക് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാറി വന്ന ജീവിത സാഹചര്യങ്ങളാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് കാർബോഹൈഡ്രേറ്റ് അടങ്ങുന്ന ഭക്ഷണ സാധനങ്ങളാണ്. ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങൾക്കും അടിസ്ഥാനമെന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് അടങ്ങുന്ന ഭക്ഷണ സാധനങ്ങളാണ് എന്ന് മനസ്സിലാക്കുക, അഥവാ ധാന്യാഹാരങ്ങൾ അടങ്ങുന്ന ഭക്ഷണ സാധനങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ധാന്യാഹാരങ്ങളുടെ അളവ് കുറയ്ക്കാതെ ഒരു കാരണവശാലും ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കുന്നതല്ല. ഡയബറ്റിക് വരാൻ സാധ്യതയുള്ള ആളുകളും കാർബോഹൈഡ്രേറ്റ് അടങ്ങുന്ന സാധനങ്ങൾ അഥവാ ധാന്യാഹാരങ്ങൾ വളരെ കുറച്ച ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങുന്ന ധാന്യാഹാരങ്ങളുടെ അളവ് പരമാവധി നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാം. നമ്മൾ എല്ലാ നേരത്തെയും ഭക്ഷണ സാധനങ്ങൾ കൂടുതലായി നമ്മൾ ഉൾപ്പെടുത്തുന്നത് ധാന്യാഹാരങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇലക്കറികൾ കൂടി നമ്മളെ ഭക്ഷണത്തിൽ നിർബന്ധമായി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. പച്ചക്കറികളിലാണെങ്കിൽ വേവിച്ച പച്ചക്കറികളും വേവിക്കാത്ത പച്ചക്കറികളും ധാരാളം നമ്മളെ ഭക്ഷണത്തിൽ നിർബന്ധമായും നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് വേവിച്ച ഭക്ഷണങ്ങളും വേവിച്ച പച്ചക്കറികളും വേവിക്കാത്ത പച്ചക്കറികളും ഇലക്കറികളും നമ്മൾ നിർബന്ധമായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഡയബറ്റിക്കിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഡയബറ്റിക് വന്നിട്ടുള്ളതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഒരുപാടുണ്ട്. അത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നെഫ്രോപ്പതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ന്യൂറോപ്പതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കൈ കാൽ തരിപ്പ് മരവിപ്പ് പോലെയുള്ള പ്രശ്നങ്ങളും മുറിവും കാലിലോ കയ്യിലോ ഒക്കെ ഉണങ്ങാ വ്രണങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ പ്രകൃതി ചികിത്സയിലൂടെ വളരെ സുന്ദരമായി പരിഹരിക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുക. ചിട്ടയായ ജീവിതശൈലിയും ചിട്ടയായ വ്യായാമത്തിലൂടെ കൃത്യമായി നമുക്ക് ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യുവാനും സാധിക്കും. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളെ പരിഹരിക്കുവാനും സാധിക്കുമെന്ന് മനസ്സിലാക്കുക. സാധാരണ നിലയിലുള്ള ഡയബറ്റിക്കുകാർക്ക് രാവിലെ വെറും വയറ്റിൽ നെല്ലിക്ക, ഉലുവ, മഞ്ഞൾ ജ്യൂസാക്കിയിട്ട് കുടിക്കുന്നത് വളരെ അഭികാമ്യമാണ് എന്ന് മനസ്സിലാക്കുക. ഒരു 3-4 ചെറിയ നെല്ലിക്ക എടുക്കുക, 1 ടീസ്പൂൺ ഉലുവപ്പൊടി
മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഒരുമിച്ച് ജ്യൂസാക്കിയിട്ട് കുടിക്കുന്നത് വളരെ ഫലപ്രദമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡയറ്റിങ്ങിനോടൊപ്പം തന്നെ രാവിലെ വെറും വയറ്റിൽ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. സിങ്കിൻ്റെ അഭാവം കൊണ്ട് ഒരുപക്ഷെ ഡയബറ്റിക് ഉണ്ടാകാം. കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും അഭാവം കൊണ്ട് ഒരുപക്ഷെ നമുക്ക് ഡയബറ്റിക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സിങ്ക് നാച്ചുറലായി നമുക്ക് കിട്ടുവാൻ ഉലുവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. മഗ്നീഷ്യം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ മഗ്നീഷ്യവും സിങ്കും ഒക്കെ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ കുക്കുംബർ പോലെയുള്ള സാധനങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ധാരാളമായി കഴിക്കുന്നത് വളരെ നല്ലതാണ്. കുക്കുംബറും അതോടൊപ്പം തന്നെ ഇലക്കറികളൊക്കെ ധാരാളം നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് എന്ന് മനസ്സിലാക്കുക. അതായത് നമ്മുടെ വൈറ്റമിൻ്റെയും മിനറൽസിൻ്റെയും അഭാവം കൊണ്ടും നമുക്ക് സ്വാഭാവികമായിട്ട് ഷുഗർ ഉണ്ടാകാം. അതോടൊപ്പം തന്നെ പാരമ്പര്യം ഷുഗർ ഉണ്ടാകാൻ ഒരു പ്രധാന കാരണമാണ് എന്ന് മനസ്സിലാക്കുക. പക്ഷേ പാരമ്പര്യ രോഗങ്ങൾ എപ്പോഴും 20-25 വയസ്സിനകത്ത് തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. 35 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഷുഗറുകളൊന്നും പാരമ്പര്യ രോഗത്തിൽ പെടുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് 35 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഷുഗറുകളെല്ലാം ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതാണ് എന്ന് മനസ്സിലാക്കി അത്തരം ഒരു ജീവിതശൈലി നമ്മൾ കൃത്യമായും ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ മല്ലിയില ജ്യൂസ്, മല്ലിച്ചപ്പ് അഥവാ മല്ലിയില ജ്യൂസ് കൃത്യമായി രാവിലെയും വൈകിട്ടും ജ്യൂസാക്കിയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഇംഗ്ലീഷ് മരുന്നുകളും മറ്റു മരുന്നുകളും നിങ്ങൾക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്, നടത്തം ഒരു പ്രധാനപ്പെട്ട ഒരു വ്യായാമ മുറയാണ്. പ്രത്യേകിച്ച് ഷുഗറുള്ള ആളുകൾക്ക് ജോയിൻറ്റുകൾ അനങ്ങുന്ന രീതിയിലുള്ള എക്സസൈസുകളും എല്ലാ ജോയിൻറ്റുകളും അനങ്ങുന്ന രീതിയിലുള്ള എക്സസൈസുകളും അതോടൊപ്പം തന്നെ പുല്ലിലൂടെയോ മണലിലൂടെയോ നമ്മൾ നടക്കുന്നതും വളരെ നല്ലതാണ് എന്ന് മനസ്സിലാക്കുക. ഷുഗർ വന്ന് കാല് സോഫ്റ്റായിട്ട് കാലിൻ്റെ ആ ഭാഗങ്ങൾ സോഫ്റ്റായിട്ടുള്ള ആളുകൾ നിർബന്ധമായി ചെരുപ്പ് ധരിക്കാൻ ശീലിക്കണം. ചെരുപ്പ് നിർബന്ധമായി ധരിച്ചുകൊണ്ടേ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്തരം സംഗതികളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ ഷുഗർ വരാതിരിക്കാനും നല്ലതാണ്, വന്ന ആളുകൾക്ക് കൺട്രോൾ ചെയ്യുവാനും അതോടൊപ്പം തന്നെ ഇൻസുലിനും ടാബ്ലറ്റിൻ്റെയും അളവുകൾ കുറയ്ക്കുവാനും വളരെ സഹായകരമാണ് എന്ന് മനസ്സിലാക്കുക. പ്രകൃതി ചികിത്സയിലൂടെ ധാരാളം ആളുകൾക്ക് ഷുഗർ കൺട്രോൾ ആയിട്ടുണ്ട്. അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസുലിനും ടാബ്ലറ്റും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ജീവിതശൈലി മാത്രം ചിട്ടപ്പെടുത്തിക്കൊണ്ട് അവർക്ക് എല്ലാ മരുന്നുകളിൽ നിന്നും ഒഴിവാക്കുവാനും സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉണങ്ങാവ്രണങ്ങളും അതിൻ്റെ സൈഡ് എഫക്റ്റുകളായ ഉണങ്ങാവ്രണങ്ങളും അതോടൊപ്പം തന്നെ നെഫ്രോപ്പതിയും ന്യൂറോപ്പതിയും ഒക്കെ കൺട്രോൾ ചെയ്യുവാൻ പ്രകൃതി ചികിത്സയിലൂടെ സാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രകൃതി ചികിത്സ ചെറിയ കുട്ടികൾക്ക് മുതൽ വയസ്സായ ആളുകൾക്ക് വരെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ യാതൊരു രാസമരുന്നുകളും ഉപയോഗിക്കുന്നില്ല. ഭക്ഷണ ക്രമീകരണങ്ങളും എക്സസൈസും ജീവിതശൈലിയിലെ വ്യത്യാസങ്ങളും മാത്രമാണ് വരുത്തുന്നത് എന്ന് മനസ്സിലാക്കുക. ഏത് മാരകമായ രോഗങ്ങളും നമുക്ക് പ്രകൃതി ചികിത്സയിലൂടെ ചികിത്സിച്ച് സുഖപ്പെടുത്തുവാൻ സാധിക്കും. എന്നാൽ എല്ലാ രോഗികളെയും നമുക്ക് ചികിത്സിക്കാൻ സാധിക്കില്ല. ഏത് രോഗത്തെയും പ്രകൃതി ചികിത്സയിലൂടെ ചികിത്സിച്ച് സുഖപ്പെടുത്തുവാൻ സാധിക്കും. പക്ഷേ എല്ലാ രോഗികളെയും നമുക്ക് പ്രകൃതി ചികിത്സയിലൂടെ സുഖപ്പെടുത്തിയെടുക്കുവാൻ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ട് ആണ് എല്ലാ രോഗികളെയും പ്രകൃതി ചികിത്സയിലൂടെ സുഖപ്പെടുത്താൻ കഴിയാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതശൈലി മാറ്റാതെ ഒരു കാരണവശാലും ചികിത്സിച്ച് സുഖപ്പെടുത്തുവാൻ സാധിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുക. ധാരാളം അനുഭവങ്ങൾ നമുക്ക് പ്രകൃതി ചികിത്സയിൽ പറയാൻ സാധിക്കും. എനിക്ക് എന്ന് മാത്രമല്ല, കേരളത്തിലും ലോകത്തുമൊക്കെ പ്രകൃതി ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ധാരാളം അനുഭവങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ലാസ്റ്റ് സ്റ്റേജിലാണ് എല്ലാം കഴിഞ്ഞ് പ്രകൃതി ചികിത്സ ചെയ്യുന്ന ആളുകളെന്ന് പറയുന്നത് 90% ലാസ്റ്റ് സ്റ്റേജിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് സ്റ്റേജിൽ വരുന്ന ആളുകൾ വളരെ കുറവാണ്. എല്ലാ അലോപ്പതിയും ആയുർവേദവും ഹോമിയോയും യൂനാനിയും ഒക്കെ കഴിഞ്ഞ് നാട്ടു ചികിത്സയും കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് മിക്കവാറും പ്രകൃതി ചികിത്സയിൽ വരുന്നത് എന്ന് മനസ്സിലാക്കുക. അതിൽ തന്നെ 90% മുകളിൽ ആളുകൾക്ക് നമുക്ക് രോഗം സുഖപ്പെടുത്തി വളരെ സന്തോഷപൂർവ്വം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് അവർ അന്ന് വരെ അനുവർത്തിച്ചിരുന്ന ജീവിതശൈലി ചിട്ടപ്പെടുത്തിയതാണ് എന്ന് മനസ്സിലാക്കുക. അന്ന് വരെ അവർ ജീവിച്ചു കൊണ്ടിരുന്ന ജീവിതശൈലി മാറ്റി ഒരു പുതിയ ജീവിതം സ്വീകരിച്ചതാണ് പ്രകൃതി ചികിത്സയിലൂടെ അവർക്ക് രോഗം സുഖപ്പെടാനുള്ള
കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ രോഗത്തെയും പ്രകൃതി ചികിത്സയിലൂടെ സുഖപ്പെടുത്തുവാൻ സാധിക്കും. പക്ഷേ എല്ലാ രോഗികളെയും പ്രകൃതി ചികിത്സയിലൂടെ സുഖപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കുന്നതല്ല. അവരുടെ ജീവിതശൈലിയും അവരുടെ മനോനിലയും മാറ്റിയെടുക്കാതെ പ്രകൃതി ചികിത്സയിലൂടെ അവരെ സുഖപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുക. ഒരു അനുഭവത്തിലൂടെ ഞാൻ ഒരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അഥവാ ഹാർട്ട് ഡിസീസ് വന്നിട്ട് അയാളുടെ കിഡ്നിക്ക് ചെറിയ പ്രശ്നമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുന്നതല്ല. എന്നാൽ ഹാർട്ടിന് ഗുരുതരമായ പ്രശ്നവുമുണ്ട്. അദ്ദേഹത്തിന് ഒരടി പോലും നടക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെ ഒരുപാട് മരുന്നുകൾ കഴിച്ച് ഇനി ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒരുപാട് മരുന്നുകൾ കഴിച്ച് ഇനി ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ആരോ പറഞ്ഞത് കേട്ട് ഇവിടെ വന്ന് അഡ്മിറ്റായി. പക്ഷേ ഒരടി പോലും നടക്കാൻ പറ്റാതിരുന്ന ആൾക്ക് ജീവിതശൈലി ഭക്ഷണക്രമവും സ്വീകരിച്ചത് കാരണമായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 10 മിനിറ്റ് നടക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അഥവാ ഒരു 50 മീറ്റർ 10 മിനിറ്റ് കൊണ്ട് അദ്ദേഹം നടന്നു. അത് അവിടെ നിന്ന് 1 മാസം ആയപ്പോൾ ശരിക്കും 10 മിനിറ്റ് കൊണ്ട് ഏകദേശം 200 മീറ്റർ വരെ നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. അദ്ദേഹം ഇപ്പോഴും പെരുമാതുറയിൽ വളരെ സുന്ദരമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഒട്ടുമിക്ക രോഗങ്ങളെ, ഹാർട്ട് ഡിസീസ് ആയിക്കോട്ടെ, കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളായിക്കോട്ടെ, ഷുഗർ, BP പോലെയുള്ള പ്രശ്നങ്ങളാകട്ടെ, നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങളാകട്ടെ, അതായത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞ് നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, മുട്ടുവേദന, നടുവേദന, പെടലി വേദന പോലെയുള്ള പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, ഏത് പ്രശ്നങ്ങളെയും പ്രകൃതി ചികിത്സയിലൂടെ വളരെ മനോഹരമായി ചികിത്സിച്ച് സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. താങ്ക് യു. ഞാൻ അല്പോടെ ദന്താരോഗ്യത്തെ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്നാൽ, നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന മറ്റു പല സിസ്റ്റമിക് അസുഖങ്ങളും അതിൻ്റെ പ്രതിഫലനം വായിൽ ദർശിക്കാം. ഉദാഹരണത്തിന്, നമ്മുടെ ഹൃദയത്തിനെ ബാധിക്കുന്ന ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് എന്ന രോഗവും രക്തക്കുഴലുകൾ ചുരുങ്ങുന്ന അവസ്ഥയായ കൊറോണറി ആർട്ടറി ഡിസീസസ്, അതറോസ്ക്ലിറോസിസ് ഇവയും ശ്വാസകോശത്തെയും അനുബന്ധ കലകളെയും ബാധിക്കുന്ന ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ്, എംഫിസീമ എന്നീ രോഗങ്ങളും പ്രമേഹവും ചില നേത്രരോഗങ്ങളും ഗുരുതരാവസ്ഥയിലുള്ള ചില ചർമ്മരോഗങ്ങളും കൂടാതെ ഗർഭിണിയായ സ്ത്രീയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്ന കുട്ടിക്ക് തൂക്കക്കുറവും മാസം തികയാതെയുള്ള പ്രസവത്തിനും ഒരു പക്ഷേ ഗർഭിണിയായ സ്ത്രീ ഗുരുതരമായ ദന്തരോഗം, മോണരോഗത്തിനും അടിമപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഇവ സംഭവിക്കാം. അതിനാൽ ദന്താരോഗ്യത്തിനെ പരമപ്രധാനമായി കാണുകയും ഇവ ശാരീരിക സൗഖ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു പ്രതിഫലനമായി തന്നെ കണ്ട് ഏറ്റവും നല്ല പല്ലുകളും പരിസര പ്രദേശങ്ങളുമായി ജീവിക്കുവാൻ നമ്മുടെ തലമുറയെ, നല്ല ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാനും നാം ശ്രമിക്കണം. ആ
കുഴപ്പമില്ല. ടെസ്റ്റ് ഒന്നും വേണ്ട. വേണ്ട സാർ. ഓക്കെ പക്കയാ, പക്ക. ഓക്കെ ഓക്കെ. ചില ആൾക്കാർ നമ്മളെ വെള്ളം കുടിപ്പിക്കും, പക്ഷെ സാറിനൊന്നും ഒരു പ്രശ്നമില്ല. അല്ല, പറയാൻ പറ്റില്ല. കാരണം വീട്ടിൽ ഞാൻ കിടന്ന് ശരി. റെഡിയാണോ? ആ. കുട്ടികളുടെ കരച്ചിലിനെ കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ കരയുന്നത്? പ്രത്യേകിച്ചും ഒരു 5 മാസമോ ഒരു 6 മാസമോ പ്രായമുള്ള ഒരു കുഞ്ഞ് കരയുന്നുവെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ പിന്നെ കാര്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണ് പോകണം, അല്ലെങ്കിൽ മനസ്സ് പോകണം, ചിന്ത പോകണം എന്നുള്ളതൊന്ന് വിശകലനം ചെയ്യാം. പ്രത്യേകിച്ചും ചെറുപ്രായത്തിൽ വിവാഹം കഴിച്ചു പോകുന്ന അമ്മമാരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അവരുടെ വിചാരം എന്തെങ്കിലും വേദന വന്നിട്ടായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ വിശന്നിട്ടായിരിക്കും എന്നുള്ളൊരു ചിന്ത മാത്രമായിരിക്കും പലപ്പോഴും വരുന്നത്. അതുമാത്രമാണോ കാരണം? തീർച്ചയായിട്ടും ഈ പറയുന്ന കാരണങ്ങൾ കേൾക്കുമ്പോൾ വലിയ പ്രായമുള്ള അമ്മമാർക്ക് ഒരുപക്ഷെ വളരെ പ്രാധാന്യമില്ലാത്തതാണെന്ന് തോന്നുമെങ്കിലും ചെറിയ അമ്മമാർക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ കരയുന്നത്? ഈ വിശപ്പ് കൊണ്ട് മാത്രമാണോ? ഒരിക്കലുമല്ല. പറഞ്ഞു വേദനയുടെ കാര്യം പറഞ്ഞു. പ്രത്യേകിച്ചും ചെവി വേദന വരുമ്പോഴാണ് സർവ്വസാധാരണയായിട്ട് കുഞ്ഞുങ്ങൾ കരയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ വയറുവേദനയാണ്, ഒരു ഇൻഡൈജഷൻ, കുടിച്ച പാല് ദഹിക്കാത്ത ഒരവസ്ഥ വരുന്നു, അല്ലെങ്കിൽ അൺയൂഷ്വലായിട്ട് മറ്റെന്തെങ്കിലും ആഹാരം വയറ്റിൽ ചെല്ലുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ സാധാരണ കരയും. അപ്പം അത് ഇൻഡൈജഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കോളിക്കും ഈ ചെവി വേദനയും അല്ലാതെ വേറെ എവിടെ എന്ത് വേദന വന്നു കഴിഞ്ഞാലും കുട്ടികൾ തീർച്ചയായിട്ടും കരയും. അതുകൂടാതെ ഇപ്പോൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ആദ്യമേ കുഞ്ഞെന്താ ചെയ്യുക? കരയുക ചെയ്യുന്നത്. ആ കരച്ചിലാണ് നമ്മൾ കുട്ടി മൂത്രമൊഴിച്ചു എന്ന് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഈ നാപ്കിനൊക്കെ കെട്ടി നടക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ അപ്പോഴേ കരഞ്ഞിരിക്കും. ഇപ്പം അതുപോലെ തന്നെയാണ് മോശം പോകുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. മോശം പോയാലും ആദ്യമേ കുഞ്ഞ് കരഞ്ഞാണ് നമ്മളെ ഇത് അറിയിക്കുന്നത് മോശം പോയിട്ടുണ്ടെന്നുള്ളത്, അല്ലേ? ഇനി ഒരു കൊതുക് വന്ന് കുത്തിയിട്ട് പോവുകയാണെങ്കിലോ എന്തെങ്കിലും കാണാനുണ്ടോ? അദ്ദേഹത്ത് ഒന്നും കാണില്ല, അല്ലേ? അപ്പം നമ്മൾ കൊതുക് കുത്തി എന്ന് എങ്ങനെ അറിയും? അത് ദേഹം മുഴുവൻ പരിശോധിച്ചെങ്കിൽ മാത്രമേ നമുക്കറിയാൻ പറ്റൂ. അതും ഒരു കാരണമാണ്, അല്ലേ? ഇനി ബോർഡം, അതായത് ബോറടിച്ചിട്ട് കുട്ടികൾ കരയാറുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമ്മമാരടുത്തില്ലാത്ത അവസ്ഥ, അച്ഛൻ അടുത്തില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ വീട്ടിൽ മറ്റാരെങ്കിലും അടുത്തില്ലാത്ത അവസ്ഥ, ഒന്നും അല്ലെങ്കിൽ പൂച്ചയോ പട്ടിയോ എന്തെങ്കിലും അടുത്ത് വേണം. കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്ക് കിടന്നു കഴിഞ്ഞാൽ അപ്പോഴേ അവർ കരയാൻ തുടങ്ങും. ഇതും സാധാരണ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. അപ്പം ബോറടിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഡിസൈസ് കമ്പനി അടുത്ത് ആരെങ്കിലും വേണം എന്നുള്ളതാണ്. ഇനി ലൈറ്റിൻ്റെ കാര്യമോ? ഇപ്പോൾ ട്യൂബൊക്കെ കത്തിച്ചിട്ട് കഴിഞ്ഞാൽ കൊച്ചു നോക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു പുതിയ സാധനം, അവിടെ എന്തോ വെട്ടം, അല്ലേ? അപ്പോൾ കുട്ടികൾ ചിലപ്പം ഈ ലൈറ്റ് കണ്ണിലടിച്ചിട്ട് കരയാറുണ്ട്. AC-യുടെ ബ്ലോ ചെയ്യുന്ന ആ എയർ കണ്ണിലേക്ക് അടിച്ചിട്ട് കരയാറുണ്ട്. അതുപോലെ തന്നെ ചൂട് കൂടിയാൽ, ഉഷ്ണം കൂടിയാൽ, വിയർപ്പ് കൂടിയാൽ സാധാരണ കുഞ്ഞുങ്ങൾ കരയില്ലേ? അപ്പം അതും ഇപ്പോൾ തണുപ്പ് കൂടിയാലും ഈ പറയുന്ന പോലെ ചൂട് കൂടിയാലും കുഞ്ഞുങ്ങൾ കരയും. പിന്നെ ചില കുട്ടികൾ സ്വപ്നം കണ്ട് കരയുന്ന കണ്ടിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കും 5 മാസമായ കുട്ടി എന്തു സ്വപ്നമാണ് കാണുന്നത്. തീർച്ചയായിട്ടും കുട്ടികൾ വളരെ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ട് പേടിച്ച് കരയുന്നത് പലപ്പോഴും പല അമ്മമാരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പം കുഞ്ഞുങ്ങൾ പേടിച്ച് കരയുന്നതും സാധാരണയാണ്. ഇനി ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ഒരു കുട്ടി ഇതുപോലെ ഭയങ്കരമായിട്ട് ട്രെയിനിൽ കരയുന്ന കണ്ടു. അപ്പം പലരും പറഞ്ഞു വിശന്നിട്ടാണെന്ന് പറഞ്ഞു, പാല് കൊടുത്തു നോക്കി, ചൂട് കൂടിയിട്ടാണെന്ന് കരുതി. അപ്പോൾ അവിടെ ചൂട് ആണെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ഉടുപ്പൊക്കെ ഊരി മാറ്റി നോക്കി. ആൾക്കാർ അടുത്തിരുന്നവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറി നിന്നു, കാറ്റടിച്ച് നോക്കി. ഒരു രീതിയിലും കുട്ടി കരച്ചു നിർത്തുന്നില്ല. അവസാനം എന്തെങ്കിലും വേദനയാണെന്ന് പറഞ്ഞാൽ അവിടെ ആരോ ഒരു വേദന സംഹാരിയും കലക്കി കൊടുക്കുന്നത് കണ്ടു. എന്നിട്ടും കുട്ടി കരച്ചിൽ നിർത്തിയില്ല. അപ്പോൾ പിന്നെ എന്താ കാരണം? അമ്മയും അച്ഛനും കൂടെ നിന്നവരും ഒക്കെ ആകെ വിഷമിച്ചു. അവസാനം ഞാൻ പറഞ്ഞു, കുട്ടിയുടെ ആ സ്വർണ്ണമൊക്കെ ഒന്ന് ഊരി മാറ്റുമെന്ന് ചോദിച്ചു. അപ്പം തടവള, കാലിൽ വള, കയ്യിൽ വള ഒക്കെയുണ്ട്, അരിഞ്ഞാണവും കിടപ്പുണ്ട്. അങ്ങനെ ഓരോന്നോരോന്ന് ഊരി മാറ്റി ഈ അരിഞ്ഞാണത്തിലെത്തിയപ്പോഴത്തേക്ക് ഈ അരിഞ്ഞാണത്തിൻ്റെ താഴെ താലിമാല പോലൊരു സാധനം ഞാന്ന് കിടപ്പുണ്ട്, മനസ്സിലായില്ലേ? ഇത് ചുരുണ്ടിട്ട് കുഞ്ഞിൻ്റെ പള്ളയിൽ കയറിയിരിക്കുകയാണ്. ഈ വേദന, ആ വേദന എന്തെങ്കിലും മരുന്ന് കൊടുത്താൽ മാറുമോ? ആരെങ്കിലും പരിശ്രമിച്ചാൽ മാറുമോ? ഒരിക്കലുമില്ല. അപ്പം നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ പോകുന്ന കരച്ചിലിനെക്കുറിച്ച് ഞാൻ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അത് പറഞ്ഞത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ വിഷയങ്ങൾ നമ്മൾ പ്രത്യേകിച്ചും കുഞ്ഞമ്മമാർ മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനിയെങ്കിലും നിങ്ങൾ കുട്ടികൾ കരയുമ്പോഴത്തേക്ക് ഈ വക കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ.
സ്ത്രീകളുടെ രോഗങ്ങളെക്കുറിച്ച് ഒന്ന് വിശകലനം ചെയ്യാം. സ്ത്രീകൾക്ക് എന്തൊക്കെ രോഗങ്ങളാണ്, എപ്പോഴാണ് രോഗങ്ങൾ ഉടലെടുക്കുന്നതെന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇതിനെ 3ആയിട്ട് തരംതിരിക്കുകയാണ്. ഋതുമതിയാകുമ്പോഴുണ്ടാകുന്ന രോഗം, അതായത് പീരിയഡ്സ് മെൻസസ് തുടങ്ങുന്ന സമയത്ത്. രണ്ടാമതായിട്ട് പ്രഗ്നൻസി സമയത്താണ്. രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് സ്ത്രീകൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങൾ. മൂന്നാമത് മെനോപോസ്, അതായത് ആർത്തവം നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന രോഗങ്ങൾ. അപ്പം ഇങ്ങനെ 3 കാലഘട്ടത്തിൽ നമ്മൾ ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ, ആദ്യമേ ഇപ്പം ഋതുമതിയാകുന്ന സമയം നമുക്കറിയാം. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ 9 വയസ്സിൽ 10 വയസ്സിൽ ഒരു 12 വയസ്സിനുള്ളിലൊക്കെ ഋതുമതിയാകാറുണ്ട്. മനസ്സിലായി? അപ്പോൾ ഋതുമതി ആകുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ കുട്ടികൾക്ക് ചിലപ്പോൾ തൊണ്ടയ്ക്ക് ചെറിയ മുഴകൾ വരും. ആ സമയത്ത് മാത്രമുള്ള ഒരു മുഴയാണ് തൊണ്ടമുഴ. തൈറോയിഡ് വീക്കമാണ്. അപ്പോൾ അതൊരു ടെമ്പററി ഫിനോമിനയാണ്. പീരിയഡ്സ് വന്ന് ചിലപ്പോൾ ഒരു 5-6 മാസം കൂടി കാണും. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ തൈറോയിഡ് മുഴ ചുരുങ്ങിങ്ങ് പോകും. ചില കുട്ടികൾക്ക് ഒരുപക്ഷെ അത് ഗോയിറ്ററായിട്ട് മാറാറുണ്ട്. അത് ഒരു സ്വഭാവമാണ്. പിന്നെയുള്ളത് മൂഡ് വേരിയേഷനാണ്. കാരണം ഹോർമോൺ ചേഞ്ചസ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സമയമാണ്. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഒക്കെ കൂടുതലായിട്ട് ആക്റ്റീവ് ആകുന്ന ഒരു സമയമായതുകൊണ്ട് കുട്ടികൾക്ക് പലപ്പോഴും അവരുടെ മൂഡ് വേരിയേഷൻസ് ചിലപ്പോൾ എലേറ്റഡ് മൂഡിലേക്ക് ചിലപ്പോൾ പോകാം. ഭയങ്കര ദേഷ്യം വന്നെന്നിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ചില ആൾക്കാരിൽ ഡിപ്രഷൻ ഉണ്ടാകാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഇതും ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. ചിലർക്ക് വെള്ളപ്പൊക്ക്, ലുക്കോറിയ ഉണ്ടാകാറുണ്ട് സാധാരണ ഇതിൽ. പിന്നെ പീരിയഡ്സ് ഇറഗുലാരിറ്റീസാണ്. ആദ്യകാലങ്ങളിൽ പീരിയഡ്സ് വന്നു കഴിയുമ്പോഴത്തേക്ക് പലപ്പോഴും പല ദിവസങ്ങളും നീണ്ടു പോകുന്നതായിട്ട് കാണാം. ചിലപ്പോഴാണെന്നുണ്ടെങ്കിൽ അത് ലേറ്റ് ആകുന്നതായിട്ടും കാണാം. അപ്പം പിന്നെ ചില കുട്ടികൾ പെട്ടെന്ന് ഒബീസിറ്റിയിലേക്ക് പോകും, വണ്ണം കൂടുന്ന അവസ്ഥയിലേക്ക് പോകാറുണ്ട്. ഇതാണ് ആ ഒരു സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങൾ. രണ്ടാമതായിട്ട് പ്രഗ്നൻസിയാണ്. അപ്പം ഗർഭാവസ്ഥയിൽ നമുക്കറിയാം, ഗർഭാവസ്ഥ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. ഈ സമയത്ത് പ്രത്യേകിച്ച് ഒരു രോഗവും അമ്മമാരിൽ വരേണ്ട കാര്യമില്ല. പക്ഷേ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ നമുക്കറിയാം, ഈ സമയത്താണ് ഒട്ടുമിക്ക അമ്മമാരിലും എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നത്. അപ്പം ഇപ്പോൾ കൈ വളരുന്ന പോലെയോ മുടി വളരുന്ന പോലെയോ നഖം വളരുന്ന പോലെയോ ഉള്ള ഒരു പ്രോസസ്സാണ് പ്രഗ്നൻസി. പക്ഷേ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് കാലിൽ നീര് വരുന്നു, ഛർദിൽ വരുന്നു, പ്രഷർ കൂടുന്നു, ഷുഗർ കൂടുന്നു, ഉറക്കക്കുറവ് വരുന്നു, ഡിസ്ചാർജുകൾ വരുന്നു, അതല്ലെങ്കിൽ നീര് വരുന്നു, വയറുവേദന വരുന്നു, ലുക്കോറിയ ഉണ്ടാകുന്നു. ഇങ്ങനെ അസംഖ്യം നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള രോഗലക്ഷണങ്ങളുടെ ഒരു വേലിയേറ്റമാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ സമയത്ത് ഇവരിങ്ങനെ ഇത്രയും രോഗിയായി പോകുന്നത്? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്നെങ്കിൽ അടിച്ചമർത്തിയ രോഗങ്ങൾ, കൊച്ചിനായ മുതൽ രോഗങ്ങൾ ചികിത്സിച്ച് അടിച്ചമർത്തി വെച്ച രോഗങ്ങൾ ഇപ്പോൾ തലപൊക്കി വരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഇവർക്ക് 45, 50, 55 വയസ്സ് ആകുമ്പോഴത്തേക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങളൊന്ന് തലപൊക്കി വരുന്നു. ഈ 2 സാധ്യതയാണ് അവിടെ നമ്മൾ കാണേണ്ടത്. അപ്പം ഈ സമയത്ത് ഈ സ്ത്രീകളെ ചികിത്സിക്കാൻ കിട്ടും എന്നുണ്ടെങ്കിൽ അവരെ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം പ്രഗ്നൻസിയിൽ ഒരിക്കലും ഒരു ചികിത്സയ്ക്ക് പോകാൻ ആരും പ്രേരിപ്പിക്കാറില്ല. പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ മരുന്ന് കഴിച്ചാൽ അബോർഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റ് കുട്ടികൾക്ക് എന്തെങ്കിലും വൈകല്യം ഉണ്ടാകും എന്ന് കരുതിയിട്ട് പലപ്പോഴും അമ്മമാരെ ട്രീറ്റ് ചെയ്യാൻ വിടാറില്ല. കഴിയുന്നത്ര മരുന്ന് വേണ്ട കഴിക്കേണ്ട എന്നാണ് പലപ്പോഴും പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നു, ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിൽ ഇവിടെ ഈ സമയത്ത് അമ്മമാരെ ചികിത്സിക്കണം, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനെ ചികിത്സിക്കണം എന്ന് തന്നെയാണ് അവർ നിഷ്കർഷിക്കുന്നത്. കാരണം ഇവർക്ക് ഈ സമയത്ത് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലുള്ള രോഗങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഹെറിഡിറ്ററി ടെൻഡൻസീസ്, പ്രത്യേകിച്ചും അപ്പനപ്പൂപ്പന്മാരിൽ നിന്ന് ഈ കുട്ടികളിലേക്ക് പകർന്നു കിട്ടുന്ന രോഗങ്ങൾ ഈ യൂട്രസിൽ വെച്ച് തന്നെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനോ പ്രിവെൻറ്റ് ചെയ്യാനോ പറ്റും. ആസ്മ, അല്ലെങ്കിൽ ക്യാൻസർ, അതല്ലെങ്കിൽ TB, ഇങ്ങനെയുള്ള രോഗങ്ങൾ യൂട്രസിൽ വെച്ച് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ സമയത്ത് ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ സിംറ്റംസ് കാണിക്കുന്ന സമയമാണ്. ആ സമയത്തല്ലേ അപ്പോൾ ചികിത്സിക്കണ്ടേ? ആ രീതിയിൽ നിങ്ങൾ ഈ സമയത്ത് ചിന്തിക്കണം. ഇനി മറ്റ് രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഈ സമയത്ത് കഴിയുന്നത്ര വലിയ സീരിയസ് ഇൽനെസ്സുകളൊന്നും അമ്മമാർക്ക് അങ്ങനെ വരാറില്ല. ഇനി വന്നാൽ തന്നെയും തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് തന്നെ ഒരു ഉപദേശമാണ് ഞാൻ തരുന്നത്. ഇനി മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മെനോപോസ്, ആർത്തവം നിൽക്കുന്ന സമയം. ആ നിൽക്കുന്ന സമയത്ത് എന്തൊക്കെ രോഗങ്ങളുണ്ടാവും? പലപ്പോഴും പലർക്കും ഹോട്ട് ഫ്ലാഷസ്, ഉഷ്ണപ്രകൃതക്കാരായിട്ട് പല സ്ത്രീകളും മാറാറുണ്ട്. അതുപോലെ തന്നെ സ്കിന്നിൽ രോമങ്ങൾ കൂടുതൽ വളരുന്നതായിട്ട് കാണാറുണ്ട്.
അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ, സ്കിന്നിൽ മെലനിൻ്റെ ഡിപ്പോസിറ്റ് കൂടുന്ന, പ്രത്യേകിച്ച് മുഖത്തൊക്കെ ഒരുപാട് നിറം വെക്കുന്നതായിട്ട്, കളർ വെക്കുന്നതായിട്ടും പിഗ്മെൻറ്റ് വരുന്നതായിട്ടും കാണാറുണ്ട്. പ്രഷർ കൂടാറുണ്ട്, ഒബീസിറ്റി, വണ്ണം കൂടാറുണ്ട്, ആർത്രൈറ്റിസ്, ഈ പറയുന്ന ജോയിൻറ്റുകളിലൊക്കെ വേദന പലപ്പോഴും വരാറുണ്ട്. ഇനി ചിലപ്പോൾ ഫൈബ്രോയിഡോ അതല്ലാന്നുണ്ടെങ്കിൽ ദേഹത്തൊക്കെ യൂട്രസിലോ അല്ലെങ്കിൽ ബ്രസ്റ്റിലോ അല്ലെങ്കിൽ മറ്റവയവങ്ങളിലൊക്കെ ചെറിയ ചെറിയ മുഴകൾ വരാനുള്ള ഒരു സാധ്യതയും ഈ സമയത്ത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഉറക്കക്കുറവ് വളരെ പ്രധാനമാണ്. കാരണം പോസ്റ്റ് മെനോപോസൽ സിൻഡ്രോം, അങ്ങനെ തന്നെ ഒരു സിൻഡ്രോം തന്നെയുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടി ഒരു കോംപ്ലക്സിറ്റിയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഈ സമയത്തും തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് മരുന്ന് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഇതാണ് 3 ഘട്ടം സ്ത്രീകളിൽ നമ്മൾ പഠിക്കേണ്ടതും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും ഈ സമയത്ത് ഏത് ചികിത്സ എടുക്കണം എന്ന് നാം തീരുമാനിക്കേണ്ട ഒരവസ്ഥയും കൂടിയാണ്.